എടാ എനിക്ക് ആ പാടെ ഒരു ടെൻഷൻ ഇതെങ്ങനെ കുളമായി പോകുന്നൊരു പേടി. നീ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല, എല്ലാത്തിനും ഞാൻ കൂടെ ഉണ്ടാവും കേട്ടല്ലോ. കൂടെ ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ ഇന്നുവരെ ചേട്ടനോട് ഒരു കള്ളവും പറഞ്ഞിട്ടില്ല. കള്ളം പറയാം. ഒന്നാണ് നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അതാ പല വെഡിങ് ആനിവേഴ്സറിക്ക് നീ മുണ്ടും ഷർട്ടൊക്കെ അല്ലേ വാങ്ങിച്ചു കൊടുക്കുന്നത്. ഈ ഒരു വെറൈറ്റിക്ക് വേണ്ടി നമുക്ക് അവനെ പറ്റിക്കാം. ഒരു പ്രാങ്ക് ടീമിനെ വിളിച്ചിട്ടുണ്ട് ഞാൻ. ഇതൊക്കെ കേട്ടിട്ടല്ലാതെ ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല, എനിക്ക് പേടിയാ. ഇങ്ങനെയൊക്കെ അല്ലേ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കേണ്ടത്. നീ ഒന്നും പേടിക്കേണ്ട, അവര് വന്ന് കാര്യങ്ങളൊക്കെ നിനക്ക് പറഞ്ഞു തരും. അതേപോലെ നീ ചെയ്താൽ മതി കേട്ടോ. ഇതെല്ലാം കഴിയുമ്പോ ചേട്ടനെ പറഞ്ഞ് വിശ്വസിപ്പിക്കണേ. അക്കാര്യം ഞാൻ അവരെ കാണുന്നില്ലല്ലോ. എത്താന്ന് പറയും. അതാ വണ്ടി വന്നല്ലോ. നമസ്കാരം. നമസ്കാരം. ഞാൻ പ്രശസ്ത പ്രാങ്ക് പ്രഭാകരൻ. ഞാനാ വിളിച്ചത്. ഇതാണ് ഹസ്ബൻഡിനെയാണ് നമുക്ക് പ്രാങ്ക് ചെയ്യേണ്ടത്. പേടിയാവുന്നു. എന്തിനാ പേടിക്കണത്? തമാശയല്ലേ, ഇതൊക്കെ ഒരു രസമല്ലേ. അപ്പൊ ചേട്ടൻ പുറത്തു പോയിക്കല്ലേ, ചേട്ടൻ വരുമ്പോ ചേട്ടന് നമ്മൾ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നു. പ്രാങ്ക് ചെയ്ത് ചേട്ടനെ അങ്ങോട്ട് പൊളിക്കുന്നു. എന്നിട്ട് പറയുന്നു ചേട്ടാ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. വിശ്വസിക്കത്തില്ലേ നമ്മളിത്? വിശ്വസിപ്പിക്കും. അങ്ങനെ വേണമല്ലോ നമ്മൾ അഭിനയിക്കാനായിട്ട്, അന്നല്ല അതിന്റെ ഭംഗി വേണമല്ലോ. അപ്പൊ നായിക റെഡി. എന്റെ വേഷം ഇത് നമ്മുടെ തൊട്ടടുത്തുള്ള ആളാ. ഇവനല്ലേ വിളിച്ചത്? ഞാനാ നിങ്ങളൊക്കെ വിളിച്ചു. ചേട്ടനൊന്നും റോളില്ല, നമ്മളെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഒരു ചെറിയ വേഷം തന്നാ മതി. എന്ത് വേഷം? ഇതിനകത്തൊന്നുമില്ല ചേട്ടാ. ഇത് ഞങ്ങൾ രണ്ടുപേർക്ക് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. എന്നാ പിന്നെ ഈ ഏർപ്പാട് നടക്കുള്ളൂ. ഞാൻ ചന്ദ്രനെ വിളിച്ച കാര്യം പറയും. അല്ല ചേട്ടാ, അങ്ങനെ കൊളവാക്കരുത്. ഞാൻ ചന്ദ്രനെ വിളിക്കും. വെഡിങ് ആനിവേഴ്സറി ക്യാൻസൽ. ചേട്ടൻ അതെ, നമുക്ക് കഥയിൽ ചെറിയൊരു മാറ്റം വരുത്താം. ഇപ്പോ ഞാനും ഈ ചേച്ചിയും തമ്മിലൊരു അവിഹിത ബന്ധമുണ്ട്. ചേച്ചി കഥയാണ് ചേച്ചി. ചേച്ചി കേറി ഇങ്ങനെ ചേച്ചി അതൊന്നും മനസ്സിലാക്കി. ചേട്ടനെ പറ്റിക്കണ്ടേ, നമുക്ക് പേടിപ്പിക്കണ്ടേ, അതിനു വേണ്ടിട്ട്. അപ്പൊ ഞാൻ ഇവിടെ ഇടക്കിടക്ക് വന്നു പോകാറുണ്ട്. എന്റെ ഈ വരവില് നിങ്ങൾ എന്നെ കൈയോടെ പിടിച്ചിട്ട് ഭർത്താവിനെ വിളിച്ചിട്ട് പറയുന്നു ഞാനാണ് പിടിച്ചത്, ഇവൻ ഇടക്കിടക്ക് വന്നു പോകാറുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ എനിക്കൊരു ചെറിയൊരു സാധനം തന്നാ മതി, ഞാൻ വേണ്ടേ ഈ നീളത്തിലങ്ങ് ആയിക്കോളാം. ചേട്ടനെ ചെറിയ സാധനം തന്നാ അതുപോലെ തന്നെ ചെയ്താൽ മതി. ചേട്ടൻ നീളത്തിൽ ഉണ്ടാക്കണ്ട. ഞാൻ പറയേണ്ടത് ഇയാള് ഇടയ്ക്കിടയ്ക്കൂടെ വരാറുണ്ട്. അത് തന്നെ, ഇതങ്ങോട്ട് പറഞ്ഞാ മതി ചേട്ടൻ, വേറെ ഒരു കുഴപ്പമില്ല. ശരിയാവോ? ഞാൻ ഈ ക്യാമറയ്ക്ക് മുമ്പിലൊന്നും അഭിനയിച്ചിട്ടില്ല. ചേച്ചി ക്യാമറയുടെ മുമ്പിൽ നിൽക്കണ്ട, നമ്മള് ഒളി ക്യാമറയാണ്, കാണില്ല. ഒളി ക്യാമറയിൽ ഞാൻ അഭിനയിച്ചിട്ടില്ല. എന്റെ ചേച്ചി സമാധാനപ്പെടും, ഞാൻ സെറ്റ് ചെയ്യാം. നമുക്ക് ക്യാമറ എവിടെ വെക്കണോടാ? അലമാരി വെച്ചോ, അതാവുമ്പോ സേഫ് ആയിട്ടിരുന്നോളൂ. അതാവുമ്പോ താക്കോല് കൊടുത്ത് ചേച്ചി ഇവിടെ നിന്നാ മതി. എന്റെ ചേച്ചി ഇത് ഷൂട്ട് ചെയ്യേണ്ട, അലമാരി കൊണ്ട് പൂട്ടി വെക്കാനാണോ ക്യാമറ ഈ അഴയുടെ ബാക്കിലായിട്ട് വെച്ചോ. ചേട്ടൻ കാണത്തില്ലയോ? ഇപ്പം കാണത്തില്ലേ ക്യാമറ? ഇല്ല, കാണാതെ, അത് ഒളിച്ചല്ലേ വെക്കുന്നത്. ഇനിയിപ്പോ അവിടെ ക്യാമറ സെറ്റ് ചെയ്ത് ഒന്നും കാണൂല, ഒന്നും മനസ്സിലാവില്ല. പിന്നെ ഇത്രയും ഫ്രെയിം ഉണ്ടാവുള്ളൂ. ഇതിന്റെ അപ്പുറത്തേക്ക് അങ്ങോട്ടും പോയി കഴിഞ്ഞാൽ നമ്മളെ കാണില്ല. ക്യാമറയിൽ നിന്നിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. പിന്നെ ഒരു ഉറപ്പിന് വേണ്ടിട്ട് വേറൊരു കാര്യം ചെയ്യാം. ചേച്ചിയുടെ ഫോൺ നമ്പർ കിട്ടുന്നത് എന്തിനാ? പിന്നെ വിളിക്കൂ എന്നെ. ഇല്ലെന്ന് ഇപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്യൂലേ? ചേച്ചിയുടെ നമ്പർ തന്നെ. നമ്പർ ഞാനൊരു കോൾ അങ്ങ് ചെയ്യാം. അത് സേവ് ചെയ്യണം. മൈ ഹാർട്ട് എന്ന് പറഞ്ഞ് സേവ് ചെയ്യും. ഞാനിവിടെ ചക്കരയെന്നും പറഞ്ഞ് സേവ് ചെയ്യാം. ഇതൊക്കെ തെളിവാണ്. പുള്ളിനെ വിശ്വസിപ്പിക്കണ്ടേ ചേച്ചി, അത്രേ ഉള്ളൂ. അയ്യോ, വല്ല കല്യാണത്തിനും ഉണ്ടോ? അതല്ല, ഒരു മംഗളകർമ്മം നടക്കുന്ന വീടല്ലേ, അപ്പൊ നല്ല ഇത് വൃത്തിയോടെ വരാന്ന് വിചാരിച്ചു. ചേട്ടൻ ഓവറാക്കരുത്. ഇല്ല, ഓവറാക്കില്ല. ഇത് നമ്മൾ നല്ല ലൈഫായിട്ട് ചെയ്താലേ ആ പുള്ളിക്ക് അത് ഏക്കുള്ളൂ. ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നില്ല, അതിന്റെ ഒരു സിനിമ ഈ പുള്ളി ഇതൊക്കെ കുളമാക്കുന്നത്. ചേട്ടൻ ഒന്നും പറയണ്ട. ചന്ദ്ര, എനിക്കറിയാം ഇടക്കിടക്ക് ഇയാള് വന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ അകത്തേക്ക് മാറി നിൽക്കാം. ചേട്ടൻ ഫോൺ ചെയ്തോ, ചന്ദ്രനോട് വരാം. ക്യാമറയിൽ നോക്കരുത്, എനിക്ക് ഇച്ചിരി ധൈര്യമൊക്കെ വരുന്നു. ഓക്കെ, അപ്പൊ വിളിച്ചോ, നമുക്ക് അകത്ത് പോയിക്കാം. ഒരുമിച്ചോ? ഇന്ന് വാ ചേച്ചി, കുളം ആക്കല്ലേ ഈ നേരത്തൊക്കെ വെറുതെ. ഹലോ, എടാ ചന്ദ്ര, നീ ഇതെവിടെ? ഒരിടത്തും നിക്കണ്ട, നീ എത്രയും പെട്ടെന്ന് നിന്റെ വീട്ടിലോട്ട് പെട്ടെന്ന്. കാര്യമൊക്കെ ഇവിടെ വന്നിട്ട് പറയാൻ ചന്ദ്ര, നീ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം. നീ വാ, വന്നിട്ട് പറയാൻ ചന്ദ്ര. അവിടെ ഇരുന്നോളേ, ചന്ദ്ര ഇപ്പൊ വരും. എന്താടാ നിന്റെ കാലെന്തോടാ ചന്ദ്ര? അല്ല, നീ പെട്ടെന്ന് എന്നെ കാര്യം എന്നാ ചപ്പറ? ചന്ദ്ര, ഇത് നിന്റെ വീടാണോ? ഇതെന്റെ വീടാണല്ലോ.
ശരിയാ, മൂത്രം ഒഴിക്കാറുള്ള ചെടി കറക്റ്റാ. നിന്റെ ഭാര്യ അകത്തുണ്ടോ? എന്റെ ഭാര്യകത്തുണ്ട്. നിന്റെ ഭാര്യയെ വിളിച്ചിറക്ക്. എടാ നീ കാര്യം എന്താ പറ? നിന്റെ വിളി കേട്ടപ്പോ ഞാനടുത്ത് ഇവിടെ ആർക്കാണ്ട് എന്താ അബദ്ധം പറ്റി, എന്താ ആപത്ത് പറ്റി, നിന്റെ കാര്യം എന്താ പറ. ചന്ദ്ര, നീ അറിയാതെ ഇവിടെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അത് ഞാൻ കൈയോടെ പൊക്കി ചന്ദ്ര. ഞാനറിയാതെ ഇവിടെ പല കാര്യങ്ങളും നടക്കുന്നുണ്ടെന്ന്. എന്ത് കാര്യം? കാണണോ നിനക്ക്? ഇറങ്ങി വാ, ചന്ദ്രൻ വന്നു. ഇറങ്ങി വരാൻ. എന്ത് വർത്താനേ പറഞ്ഞ? ഇത്രയും നാളുമില്ലാത്തതിന്റെ പുതിയൊരു പുതുമ എന്താണ്? ഇതാരത്? അവരുടെ അതെന്റെ വീട് മാറിപ്പോയി കേട്ടോ. സോറി സോറി സോറി, എന്റെ തെറ്റാത്, ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ചന്ദ്ര ചേട്ടാ, എന്തേടി? അയ്യോ, ഇതാരത്? എനിക്കറിയത്തില്ല ചേട്ടാ. നിനക്കറിയില്ല? എനിക്കറിയത്തില്ല. ഇതാരാന്ന്? ആരാന്ന് എനിക്കറിയത്തില്ല. സത്യം പറഞ്ഞോ? നീ ആരാ? ഞാൻ പുള്ളിക്കാരി വിളിച്ചിട്ട് വന്നതാണ്. ഞാൻ വിളിച്ചിട്ടേ ഇല്ല ചേട്ടാ. പറയടി, ഇതാരടി ഇത്? സത്യമായിട്ടും എനിക്കറിയത്തില്ല ചേട്ടാ. സത്യമായിട്ടും നിനക്കറിയില്ല? സത്യമായിട്ടും എനിക്കറിയത്തില്ല ചേട്ടാ. എടാ ഇതാരാ ഇത്? ചന്ദ്ര, ഞാൻ സത്യം പറയാം. ഇയാള് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഇവൻ വരാറുണ്ടോ ഇവിടെ? അങ്ങനെ ചേട്ടാ ഒന്നും ഇങ്ങോട്ട് നീങ്ങിക്കേട്ടാ. ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കും. ഇങ്ങോട്ട് നീങ്ങിന്നല്ല ചേട്ടാ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ചേട്ടാ ഇങ്ങ് വാ ചേട്ടാ. വിട് 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 ചേട്ടാ പ്ലീസ് ചേട്ടാ ഒന്ന് വാ ചേട്ടാ. നമ്മള് ഞാനേ വേറൊന്നും അല്ല ചേട്ടാ. ഞാൻ ചേച്ചി പറഞ്ഞിട്ടാണ് ചേട്ടാ ഞാൻ വന്നത്. ചേട്ടാ ഇനി ഞാനുള്ള സത്യം അങ്ങ് പറയാമേ. ഫേസ്ബുക്കിലൂടെ ഞങ്ങള് കണ്ടത്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങള് ചാറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ ചാറ്റ് ചെയ്ത് ഞങ്ങൾ നമുക്ക് ഭയങ്കര ഇഷ്ടമായി. ഇയാളൊന്നും മിണ്ടാണ്ടിരുള്ളൂ പറയട്ടെ പുള്ളിക്കാരി. അപ്പൊ ഭയങ്കര ഇഷ്ടമായി. ഞങ്ങളങ്ങനെ ഫോൺ നമ്പർ കൈമാറി. അപ്പൊ ഇന്ന് ഞാൻ ഈ ചേട്ടനെ ഇവിടെ വിളിച്ചു വരുത്തിയതാണല്ലേ. സ്വന്തം ഭർത്താവിന്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റിയ നല്ല കാര്യം നീ എന്നോട് ചെയ്യണം. ചേട്ടാ സത്യമാണ്. നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. ഡേടി വന്നേ. റെയിൽവേ പുറമ്പോക്കില് ജോൺ ഖോണായുടെ പെങ്ങള് നിൽക്കുന്ന വരി തലയിൽ മൊത്തം പൊടിയായിട്ടൊരു പെണ്ണിനെ ഞാൻ കണ്ടു. ഇൻസ്റ്റാൾമെന്റിന്റെ പരിപാടിയായിട്ട് ഞാൻ നിന്റെ വീട്ടിൽ വന്നപ്പോൾ നിന്നോട് ഞാൻ ചോദിച്ചു എന്റെ കൂടെ പോരുന്നുണ്ടോന്ന്. അപ്പൊ നീ എന്താ പറഞ്ഞേ? പോരുന്നെന്ന്. എനിക്ക് ഒരു നേരമെങ്കിലും ശരിക്കും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നീ എന്റെ വീട്ടിലേക്ക് പോന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോ നീ പറഞ്ഞു ഇറച്ചിയും മുട്ടയും മീനും തിന്നുന്നത് ജനിച്ചേപ്പിന് ഇവിടെ നിന്നാണ്. നീ എന്നോട് ചെയ്ത പണി അതല്ലേ? അല്ലേ? നീ ഇതെന്നോട് ചെയ്യണം. എനിക്ക് ചേട്ടനെ മറക്കാൻ പറ്റുന്നില്ല ചേട്ടാ. നീ ഇടയ്ക്കിടയ്ക്ക് ജീവൻ ഇവിടെ വന്നു പോവാറുണ്ടെന്നല്ലേ നീ എപ്പോഴും പറയണേ? നീ എന്നിട്ട് എന്നോട് ഇപ്പോഴാണോ പറയണേ? നിനക്ക് ഒരു വാക്ക് 2 പ്രാവശ്യം വന്നപ്പോ നിനക്ക് പറയാൻ പാടില്ല. ആണല്ലേ? എനിക്ക് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. എന്താ നിന്റെ ഉദ്ദേശം? അതൊന്നും നീ പറഞ്ഞപ്പോൾ എനിക്ക് ഈ ചേട്ടനെ വിട്ടു പിരിയാൻ പറ്റത്തില്ല. പറ്റില്ല. നിനക്ക് വിട്ടു പിരിയാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ 3 മക്കളുടെ കാര്യത്തിൽ എന്നാ തീരുമാനം? അത് ചേട്ടനെടുത്തു. അപ്പൊ 3 മക്കളെ പുക്കൾ കൂടി മുറിച്ച് 3 മക്കളെ സൃഷ്ടിച്ച് നിനക്ക് 3 മക്കളെ വേണ്ട? എനിക്ക് വേണ്ട. ഞാൻ ഈ ചേട്ടന്റെ കൂടെ പൊയ്ക്കോളാം. അല്ലേ ചേട്ടാ? നേരാണല്ലോ. എന്റെ ഭാര്യ മൊബൈൽ വാങ്ങി നോക്കൂ. മൊബൈൽ ഞാൻ തരത്തില്ല. നിന്റെ മൊബൈലിൽ നിന്ന് ഇവക്കടെ ഫോണിലേക്ക് നമ്പറിൽ അടിക്കടാ. അയ്യോ ചേട്ടാ വിളിക്കല്ലേ. നിർത്ത്. നീ ഇവക്കടെ നമ്പറിലേക്ക് ഫോണിലേക്ക് ഇപ്പൊ ചേട്ടന് മനസ്സിലാവും എന്റെ കോളാണ് വന്നത്. മക്രാട്ടെന്നല്ല, മൈ ഹാർട്ട്. ഇപ്പുറത്തൊരു ലവ് ചിഹ്നം കണ്ടോ? ഞാൻ അങ്ങനെ സേവ് ചെയ്തേക്കുന്നേ. ദേഷ്യം വന്ന് നിൽക്കുമ്പോ തന്നെ കോമഡി. നിന്റെ ചരക്കോ ചക്കര അതും പൊളിച്ചു. അപ്പോൾ നിങ്ങളുടെ തീരുമാനം? ഞാൻ ഈ ചേട്ടനോട് ജീവിക്കും. ചേട്ടൻ 3 മക്കളെയും കൂടെ സുഖമായിട്ട് ഈ വീട്ടിൽ ജീവിച്ചോ? ഞാൻ ജീവിക്കണം ഒറ്റയ്ക്ക്. അങ്ങോട്ട് മാറി. അല്ല നീ അങ്ങോട്ട് മാറിക്കേ. നിനക്ക് ഇത് എത്ര വർഷമായി തുടങ്ങിയിട്ട്? ഞങ്ങള് 6 മാസം. 6 മാസമായിട്ട് കണ്ട ഇവനെ നിനക്ക് വേണം. എനിക്ക് ചേട്ടനില്ലാതെ പറ്റില്ല ചേട്ടാ. ഞങ്ങളും മക്കളും വേണ്ട. സത്യമാണല്ലോ. ഇതിന് മാറ്റമില്ലല്ലോ. ഇല്ല, ഞാൻ എന്റെ സ്വർണവും തുണിയൊക്കെ എടുക്കും. ആണോ? എന്നാ പിന്നെ ഇനി ഞാനൊരു കാര്യം പറയാം. പറ. ഞാനേ പണ്ട് ഈ കോളേജിൽ പഠിക്കുമ്പോ ഒരു പെൺകുട്ടിയായിട്ട് സ്നേഹത്തിലായിരുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹം. അപ്പൊ അവളുടെ വീട്ടില് ഈ ഞങ്ങളുടെ ബന്ധം ഇഷ്ടമല്ലായിരുന്നു. അവരുടെ ആങ്ങളമാരും അച്ഛനൊക്കെ വന്ന് എന്നെ തല്ലി തവിടുകൂടിയൊക്കെ നാശാക്കി അവളെ നാട് കടത്തി വേറെ സ്ഥലത്ത് ഇങ്ങനെ താമസിപ്പിച്ചേക്കായിരുന്നു. ഈ അടുത്ത കാലത്ത് ഞാൻ അവളെ യാദൃച്ഛികമായിട്ട് കണ്ടു. അവള്
വേറൊരു കല്യാണം കഴിക്കാതെ എന്നെ കാത്ത് ഇപ്പോഴും അവിടെ നിൽക്കുക. അയ്യോ അപ്പൊ അതുകൊണ്ട് നിങ്ങളിപ്പോ ഒന്നായല്ലോ. ഞാനും എന്റെ മക്കളും അവളും കൂടി ഇനി ഒന്നിച്ച് താമസിക്കാൻ പോവാ. അയ്യോ നീ ഇപ്പൊ ഇത്ര ആയ സ്ഥിതിക്ക് ഞാൻ ഇത് അങ്ങനെ അങ്ങോട്ട് പറയണമെന്ന് ഓർത്തിരിക്കുമ്പോഴാണ് ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ വന്നത്. ചുമ്മാ അതുകൊണ്ട് ഞാൻ ഇപ്പൊ നിന്നെ ഇങ്ങനെ കൈ കാണി വേണ്ട 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 എനിക്ക് കൈ വേണ്ട കൈ വേണ്ട ഞാൻ അപ്പൊ പെങ്കൊച്ചിനെ ചുമ്മാ പറഞ്ഞ നിന്നെ പറ്റിക്കാൻ പറഞ്ഞ എന്നിട്ട് ആ പെണ്ണ് എവിടെ എവിടെയാ പെണ്ണ്? മുളവാടി സുലുവാടി. ഇതാണ് ഞാൻ വർഷങ്ങളായിട്ട് അയ്യോ ചേട്ടാ അങ്ങനെ പിടിക്കല്ലേ വർഷങ്ങളായിട്ട് എനിക്ക് വേണ്ടി മാത്രം ഞാൻ കല്യാണം കഴിച്ചിട്ടും ഇവള് കല്യാണം കഴിക്കാൻ ഇത്രയും നാളും കാത്തിരുന്ന എന്റെ പെണ്ണ് ഇനി എന്റെ മക്കളുടെ കൂടെ ഇവള് ജീവിക്കും. ഞാൻ ഇവളോട് എല്ലാ കാര്യം പറഞ്ഞു. അവള് പറഞ്ഞു ചേട്ടന് മാത്രം കിട്ടിയാൽ മതി എന്ന്. ഇത് ഇനി ഞാൻ ഒറ്റ ഇടി വെച്ച് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഇതൊരു പ്രാങ്ക് ആയിരുന്നു ചേട്ടാ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഇയാൾ ഇവിടെ ഇടക്കിടക്ക് ഇയാള് വരാറില്ലെന്ന് പറയാൻ പോയതാണ്. ഇടക്കിടക്ക് ഇയാൾ ഇവിടെ വരാറില്ല. ഉണ്ട് ഇല്ല. നിങ്ങൾ മൂന്നും കൂടി ഇവിടെ രക്ഷിക്കാൻ നോക്കിയാൽ നടക്കില്ല മോനെ, നടക്കില്ല. ഒരു പ്രാങ്ക് വീഡിയോ ഇവിടെ നടക്കില്ല. മൂന്നും ഇപ്പൊ എന്റെ വീട്ടിൽ നടക്കണം. സത്യമായിട്ട് ഇത് പ്രാങ്ക് ചെയ്ത ചേട്ടന് 4.25 സെന്റ് ലോൺ എടുക്കാൻ പാകത്തിലുള്ള എന്റെ കരവടക്കണ വീട്ടിൽ നിന്ന് നിങ്ങൾ ഇപ്പൊ ഇറങ്ങണം അവിടെ നിന്ന്. ചേട്ടാ പറയുന്ന കേക്ക്. ഇല്ല ഞങ്ങള് പ്രാങ്ക് ചെയ്തതാണ്. ഞാൻ അഭിനയിച്ചത്. എന്റെ അഭിനയം എങ്ങനെ നിങ്ങൾ 10 വർഷമായുള്ളൂ. ഞങ്ങൾ കോളേജ് തൊട്ട് ഒരുമിച്ച് ഭയങ്കര ഇഷ്ടത്തില. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ എനിക്ക് ചേട്ടനെ പിരിഞ്ഞു പോവാൻ പറ്റുന്നില്ല. അവള് പറയുന്നത് കേട്ടോ. അതാ ഞാൻ ചോദിക്കണം. അവള് പറയണ കേട്ടോ. 10 വർഷമുള്ള അവള് 20 വർഷം ഞങ്ങളുടെ ആദ്യരാത്രി ഞങ്ങൾ ഇനിയെങ്കിലും പാല് മേടിച്ചോണ്ട് നീ ഒന്ന് പോ മോളെ. കഷ്ടമുണ്ട്. 3 പിള്ളേരുണ്ട്. ഞാൻ നിങ്ങളോട് സുഖമായിട്ട് ജീവിച്ചോളാം മോളെ. നീ പോ മോളെ. കഷ്ടമാ മോളെ. ഞാനും എന്റെ ചേട്ടനും മക്കളുമായിട്ട് സുഖമായിട്ട് ജീവിച്ചോളാം. കാല് പിടിക്കാൻ ചേട്ടാ. കാല് പിടിക്കല്ല, കുളിനകത്തെ പിടിച്ചിട്ട് അതിന്റെ നഖം ഇങ്ങനെ പൊക്കി കാണിച്ചാലും ഞാൻ സമ്മതിക്കില്ല. ചേട്ടന്റെ തീരുമാനം എന്തുവാ? എന്റെ തീരുമാനം ഇത്രേ ഉള്ളൂ. 20 വർഷം ഞാൻ ഇവിടെ മനസ്സ് കാണാൻ വിട്ടുപോയി. ഞാൻ ഇവളായിട്ട് ജീവിക്കും, എന്റെ മക്കളായിട്ട് പൊന്നുപോലെ. ശരി, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ എന്നാ ഞാൻ പോയി മിൽമ പാല് മേടിക്കട്ടെ. ഫസ്റ്റ് നൈറ്റ് തുടങ്ങാൻ ഇച്ചിരി സമയം പോയിട്ട് വാ. അല്ലെ ചില്ലറ വേണമെങ്കിൽ ഒരു 10 രൂപ നാളെ പാല് മേടിക്കാൻ. ചേട്ടാ സുഖമായിട്ട് ജീവിച്ചോ. ഈ പാവാടയുടെ വള്ളി എടുത്ത് നീ പാവാടയുടെ വള്ളിയല്ലേ ഇത്? കയറാ വള്ളിയല്ലേ? സുഖമായിട്ട് ജീവിക്കേട്ടാ. സുഖമായിട്ട് ജീവിക്ക്. ഞാനേ ഇവിടെ കേട്ട് ചാവാൻ പോടാ. അയ്യോ ചന്ദ്ര ചേട്ടാ വേണ്ട. എനിക്ക് എത്തുന്നില്ലല്ലോ ദൈവമേ. ഇത് ഞാൻ കാണിച്ചു തരാം. ഞാന് ചേട്ടൻ തീരുമാനത്തിന് മാറ്റമൊന്നുമില്ലല്ലോ. ഇല്ല, മാറ്റമില്ല. ചേട്ടൻ തീരുമാനത്തിന് ഇതോടെ പിടിക്കണ. ക്യാമറ തിരിച്ചു വെക്കണ. ഇതോടെ പിടിയണ. നീയൊക്കെ ചേട്ടാ ഞാൻ ചാവും. നീ ചാവും. അപ്പൊ ഞങ്ങൾ 16 അടിയന്തരം നടത്തും. ആ അന്ന ദിവസം തന്നെ ഞങ്ങൾ താലികെട്ടും സദ്യങ്ങളും നടത്തി കഴിഞ്ഞാൽ 2 ചടങ്ങ് ഒറ്റ ദിവസം നടക്കും. അപ്പൊ അതിലങ്ങനെ തീർക്കും. ശരി, അങ്ങനാണെങ്കിൽ ശരിക്കും ഞാൻ ചാവാൻ പോവാ. ഇനി എനിക്ക് നിങ്ങളോട് ജീവിക്കണ്ട. ചേട്ടൻ അവസാനമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്നോട്? അവസാനമായിട്ട് എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അയ്യോ അതെന്താ അങ്ങനെ പറഞ്ഞേ? ഹാപ്പി വെഡിങ് ആനിവേഴ്സറിക്ക് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയാൻ പറ്റുമോ? നീ വന്നേടി. എന്റെ സംഭവം എന്നാന്നറിയാമോ? നിന്നെ ഒന്ന് പ്രാങ്ക് ചെയ്ത് ഞങ്ങൾ എല്ലാരും കിടക്കും. അല്ല ഞാനാ ചേട്ടനെ പ്രാങ്ക് ചെയ്തേ. ഇല്ലടി, ഞാനാടി നിന്നെ പ്രാങ്ക് ചെയ്തേ. ശരിക്കും? ശരിക്കും. എന്താ അങ്ങനെ? നീയേ എന്നെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടിട്ട് ഈ പുള്ളിനെ ഏൽപ്പിച്ചായിരുന്നോ? ഈ പുള്ളി ടൗണിൽ വന്ന് ഞാൻ ഉപ്പ് സോഡ കുടിച്ചുകൊണ്ടെന്ന് ഏമ്പക്കം വിട്ട് നിൽക്കുന്ന സമയത്ത് എന്നോടാ വഴി ചോദിച്ചത്. ഞാൻ ചോദിച്ചു എന്നാ സംഭവം എന്ന്. അപ്പൊ പറഞ്ഞു നിന്റെ കെട്ടിയോ എന്നെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി വന്ന ആളാണ് ഞാൻ. അപ്പൊ നിന്നെ ഒന്ന് പ്രാങ്ക് ചെയ്താലൊന്ന് ഞങ്ങളൊന്ന് പ്ലാൻ ഇട്ടപ്പം അങ്ങനെ പ്ലാൻ ചെയ്ത് പ്രാങ്ക് ചെയ്താ നിന്നെ. അയ്യോ, അപ്പൊ ഞാനാ ശരിക്കും പ്രാങ്ക് ചെയ്തത്. ഇതാ ഇത് നമ്മുടെ ക്യാമറമാന്റെ ഭാര്യ.
അയ്യോ എല്ലാരോടും എന്നെ പറ്റിച്ചേതാ. ഞാൻ വെച്ച ചേട്ടന് പെട്ടെന്ന് ഇവിടെ ഒരു കാമുകിയൊക്കെ വന്നേന്ന്. അപ്പൊ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.